നമസ്കാരം. ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലങ്ങളുടെ ഏകദേശ ചിത്രം വ്യക്തമായതിന് തൊട്ടു പിന്നാലെ സർക്കാർ രൂപീകരണത്തിനുള്ള ശ്രമങ്ങളുമായി അതിനുള്ള നീക്കങ്ങളുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് നേതാക്കൾ. പ്രതീക്ഷിച്ച പ്രകടനം സാധ്യമാകാതെ പോയതോടെ മുന്നണിയിലുള്ള പാർട്ടികളെ ചേർത്ത് പിടിക്കാനും അതിനോടൊപ്പം തന്നെ പുറത്തുള്ള സഖ്യ കക്ഷികളുടെ പിന്തുണ തേടാനുമുള്ള ശ്രമമാണ് BJP ആരംഭിച്ചിരിക്കുന്നത്. മറുവശത്ത് എക്സിറ്റ് പോളുകൾ പുറത്തു വന്നതോടെ നഷ്ടമായ ആത്മവിശ്വാസം വോട്ടെണ്ണൽ ദിനത്തിലെ മികച്ച പ്രകടനത്തിലൂടെ തിരിച്ചുപിടിച്ച് സർക്കാർ രൂപീകരണത്തിലുള്ള സാധ്യത തേടിക്കൊണ്ട് INDA മുന്നണിയുടെ നേതാക്കൾ മുന്നോട്ട് പോകുന്നുണ്ട്. ആന്ധ്രാപ്രദേശിൽ തകർപ്പൻ പ്രകടനവുമായി തിരിച്ചുവരവ് നടത്തിയ ചന്ദ്രബാബു നായിഡു, അതിനോടൊപ്പം തന്നെ ബീഹാറിൽ മിന്നുന്ന വിജയം സ്വന്തമാക്കിയ നിതീഷ് കുമാർ എന്നിവരുടെ പിന്തുണ തേടിക്കൊണ്ടാണ് ഇപ്പോൾ ഭരണ പ്രതിപക്ഷ കക്ഷികൾ രംഗത്തെത്തിയിരിക്കുന്നത്. NDAക്ക് കഴിഞ്ഞ തവണത്തേതുപോലെ മികച്ച പ്രകടനം സാധ്യമാകാതെ പോയതോടുകൂടി ചന്ദ്രബാബു നായിഡുവിന്റെയും നിതീഷ് കുമാറിന്റെയും നിലപാട് ഇത്തവണ സർക്കാർ രൂപീകരണത്തിൽ വളരെ നിർണായകമായിരിക്കും. ആന്ധ്രാപ്രദേശിൽ ചാരത്തിൽ നിന്നും ഉയർത്തു വന്ന ഒരു ഫീനിക്സ് പക്ഷിയെ പോലെയാണ് ഇപ്പോൾ ചന്ദ്രബാബു നായിഡു നിൽക്കുന്നത്. ഇതിനോടകം തന്നെ നരേന്ദ്രമോദി ചന്ദ്രബാബു നായിഡുവുമായി ഫോണിൽ സംഭാഷണം നടത്തിയിട്ടുണ്ട്. സർക്കാർ രൂപീകരണത്തിന് ചന്ദ്രബാബു നായിഡുവിന്റെ പിന്തുണ ഉറപ്പാക്കാൻ തന്നെയാണ് BJPയുടെ നീക്കം. അതേസമയം തന്നെ INDA മുന്നണിയുടെ നേതാക്കളും ചന്ദ്രബാബു നായിഡുവുമായി സംസാരിക്കാനുള്ള ശ്രമങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. ഇന്ത്യ മുന്നണിയുടെ ഭാഗമായ MK സ്റ്റാലിനാണ് നിലവിൽ ചന്ദ്രബാബു നായിഡുവുമായി ചർച്ചകൾ നടത്തി വരുന്നത്. അതേസമയം തന്നെ NCP നേതാവ് ശരത് പവാറാണ് മുൻ സഹയാത്രികനും JDU നേതാവുമായ നിതീഷ് കുമാറുമായി ഇപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ബീഹാർ സംസ്ഥാനത്തിന് പ്രത്യേക പദവി വേണം എന്ന സ്ഥിരം ആവശ്യം തന്നെയായിരിക്കാം ഒരുപക്ഷെ നിതീഷ് കുമാർ മുന്നോട്ട് വയ്ക്കാൻ പോകുന്നത്. അത് ആര് നൽകുന്നുവോ അവർക്കൊപ്പം നിൽക്കാൻ തന്നെയായിരിക്കും നിതീഷ് കുമാർ തീരുമാനിക്കുക. സമാനമായി 2014 ഇത്തരത്തിലുള്ള ആവശ്യം നിതീഷ് കുമാർ മുന്നോട്ട് വെച്ചിരുന്നു. ഈ സംസ്ഥാനത്തിന് പ്രത്യേക പദവി നൽകുക എന്ന് പറയുന്നത് കേന്ദ്രത്തിന് വലിയ നഷ്ടമുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഇതിൽ എത്രത്തോളം ചർച്ചകൾ മുന്നോട്ട് പോകും എന്ന കാര്യത്തിൽ യാതൊരു സ്ഥിരീകരണവുമില്ല. അതേസമയം തന്നെ ഈ നിതീഷ് കുമാർ ചാഞ്ചാടും എന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നതിനോടൊപ്പം തന്നെ ന്യൂസ് 18 നൽകിയ ഒരു അഭിമുഖത്തിൽ അദ്ദേഹം പറഞ്ഞത് യഥാർത്ഥ സഖ്യത്തിന്റെ അർത്ഥം INDA മുന്നണിക്ക് അറിയില്ല, താൻ വിശ്വാസവഞ്ചന കാണിക്കില്ല എന്നൊക്കെയാണ്. പക്ഷെ പറയുന്നത് നിതീഷ് കുമാർ ആയതുകൊണ്ട് തന്നെ ഒരു തരത്തിലും വിശ്വസിക്കാൻ സാധിക്കില്ല. എങ്ങോട്ടായിരിക്കും നിതീഷ് കുമാർ മറയുക എന്നത് വളരെ നിർണായകമാണ്. ഇന്ത്യ സഖ്യം 225ഓളം സീറ്റുകളുമായി മുന്നേറുന്ന സാഹചര്യത്തിൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ സർക്കാർ ഉണ്ടാക്കാനുള്ള ശ്രമങ്ങൾ അവരും ആരംഭിച്ചിട്ടുണ്ട്. ചന്ദ്രബാബു നായിഡു അതിനോടൊപ്പം നിതീഷ് കുമാർ എന്നിവർക്ക് പുറമെ YSR കോൺഗ്രസിനെ കൂടെ കൂട്ടാനാണ് നിലവിൽ അവർ ചർച്ചകൾ നടത്തുന്നത്. നിലവിലെ സാഹചര്യത്തിൽ ചന്ദ്രബാബു നായിഡു, നിതീഷ് കുമാർ എന്നിവരുടെ പിന്തുണ ഉറപ്പിക്കാനാവുകയാണ് എങ്കിൽ 300 സീറ്റുകൾ കടക്കാൻ ഇന്ത്യ മുന്നണിക്കും സാധിക്കും. നിതീഷ് കുമാറിനെ പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് പരിഗണിക്കണമെന്നുള്ള നിർദ്ദേശം തൃണമൂൽ കോൺഗ്രസിന്റെ നേതാവും ബംഗാൾ മുഖ്യമന്ത്രിയുമായ മമതാ ബാനർജി മുന്നോട്ട് വെച്ചിട്ടുണ്ട് എന്നതും വളരെ ശ്രദ്ധേയമാണ്. നിതീഷ് കുമാർ നടത്തിയതൊക്കെ ഒരു നാടകമായിരുന്നു എന്നുള്ള സംശയത്തിലേക്ക് തന്നെയാണ് ഇപ്പോൾ രാഷ്ട്രീയ വിദഗ്ധരും എത്തിക്കൊണ്ടിരിക്കുന്നത്. കാരണം INDA മുന്നണി രൂപീകരിച്ചത് അദ്ദേഹമാണ്. പക്ഷേ അതിൽ നിന്നും ആദ്യം പടിയിറങ്ങി പോയതും അദ്ദേഹമാണ്. മോദിക്ക് കൈ കൊടുത്തത് അദ്ദേഹമാണ്. ഇപ്പോഴിതാ ഒടുവിൽ സംസ്ഥാനത്തെ BJPയുടെ അധ്യക്ഷനായ സാമ്രാട് ചൗധരി അദ്ദേഹത്തെ കാണാൻ ശ്രമിക്കുമ്പോൾ തനിക്ക് കാണണ്ട എന്ന് പറഞ്ഞത് നിതീഷ് കുമാർ തന്നെയാണ്. അതിനർത്ഥം നിതീഷ് കുമാർ കാര്യമായ ഒരു ഡിമാൻഡ് മുന്നോട്ട് വയ്ക്കുമെന്നത് തന്നെയാണ്. ആ ഡിമാൻഡിന് ആര് വഴങ്ങുന്നുവോ അവർക്കൊപ്പം തന്നെ നിതീഷ് കുമാർ പോകുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ന്യൂസ് ഡെസ്ക് ഇന്ത്യ മലയാളം.